ബഹ്റിനിലെ മുഴുവൻ മലയാളികളും സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ലെന്ന് ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള പറഞ്ഞു. ബഹ്റിനിലെ കേരളീയ സമാജത്തിൽ തുറന്ന പ്രത്യേക ക്യാമ്പിൽ ജയ്ഹിന്ദ് TV പ്രതിനിധി എൽവിസ് ചുമാർ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിമാന സർവീസ് നടത്തിയത് മൂലം കുടുങ്ങിക്കിടന്ന നിരവധി പേർക്ക് വേണ്ടിയാണ് ഭക്ഷണവും താമസവും ഒരുക്കി പ്രത്യേക ക്യാമ്പ് തുറന്നത്. ഗൾഫിലെ സംഘർഷങ്ങൾ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഏറെ ആശ്വാസമെത്തുകയാണ് ബഹ്റൈനിലെ കേരളീയ സമാജം. സമാജത്തിൻ്റെ പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള നമ്മോടൊപ്പം ചേരുകയാണ്. ജയ്ഹിന്ദ് TVയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. ജയ്ഹിന്ദ് TVയുമായുള്ള സൗഹൃദം വർഷങ്ങളായി തുടങ്ങിയിട്ട് താങ്ക് യു. താങ്കളെ വീണ്ടും കണ്ടുമുട്ടിയുള്ള സന്തോഷം പങ്കുവെക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ആശങ്കയുടെ കാലത്താണെങ്കിലും എൽവിസ് പെട്ടുപോയതാണെങ്കിലും സംവദിക്കാൻ കിട്ടുന്ന ഒരു അവസരമായി ഞാൻ ഇതിനെ കാണുകയാണ്. ഞാൻ ചോദിക്കുന്നത്, വലിയൊരു ക്രൈസിസിലൂടെ ഗൾഫ് രാജ്യം കടന്നുപോയാണ്. 4 ലക്ഷം ഇന്ത്യക്കാരുണ്ട്, അത് 3 ലക്ഷത്തോളം മലയാളികളാണെന്ന് മനസ്സിലാക്കുന്നു. ആ മലയാളികളുടെ ഒരു ഐക്കണാണ് നിങ്ങളത് മനസ്സിലാക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ? നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഞങ്ങൾ വിളിക്കുന്നുണ്ട്, വളരെ പാനിക്കാന്ന് പറയുന്നു. അത്രമാത്രം പാനിക്കൊന്നും ഇല്ലെന്ന് ഞാൻ റോട്ടിലിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്താണ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ? തീർച്ചയായിട്ടും ഇതൊരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ്. പക്ഷേ പരിഭ്രമിക്കാൻ വലുതായി കാര്യമില്ല എന്നുള്ളതാണ് ദീർഘനാളത്തെ ബഹ്റിനിലെ ഒരു റെസിഡൻറ്റ് എന്ന നിലയിൽ എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഇത്തരത്തിലുള്ള പല ക്രൈസിസിലും കൂടെയും ഇവിടുത്തെ മലയാളി സമൂഹം കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പുത്തരിയല്ല. കോവിഡ് കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളെ ചേർത്ത് പിടിച്ച പാരമ്പര്യമാണ് ബഹ്റിൻ കേരളീയ സമാജത്തിനും ഞങ്ങളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ മലയാളികൾക്കുള്ളത്. അപ്പോൾ അങ്ങനെ ആ സമയം, അതുപോലെ അതിനു മുമ്പുള്ള ഗൾഫ് വാറുകൾ, ഈ സമയത്തൊക്കെ പരസ്പരം ചേർത്ത് പിടിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ളൊരു കരുത്ത് ഇവിടുത്തെ മലയാളി സമൂഹം നേടിയിട്ടുണ്ട്. അന്ന് ഈ ക്യാമ്പ് തുറന്നപ്പോൾ തന്നെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായി? ഞാൻ പക്ഷേ നിങ്ങൾക്ക് പെർമിഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് ചെയ്തത്, അതേക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം ആളുകൾ അല്പം ഒന്ന് പാനിക്ക് സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ദിവസം 10-25 പേര് ഇവിടെ വന്നിരുന്നു. വൈകുന്നേരം ഒരു 12-1 മണി വരെ ഇവിടെ നമ്മുടെ ഈ ക്യാമ്പിലൊക്കെ പങ്കെടുക്കുകയും ഇവിടെ നിന്ന് പരസ്പരം ഒന്ന് സംവദിച്ചപ്പോൾ അവരുടെയൊക്കെ ഒരു പരിഭ്രമത്തിന് കുറവായി അവർക്ക് തിരിച്ചുപോയി. പക്ഷേ അടുത്ത ദിവസമാണ് ഇവിടെ എയർപോർട്ടിലൊക്കെ പെട്ടുപോയ ധാരാളം ആളുകൾ. താങ്കളും ഇതുപോലെ തിരിച്ചു പോകാൻ പറ്റാതെ പെട്ടുപോയ ഒരാളാണെന്ന് എനിക്കറിയാം. ഇവിടെ ഒരു ഷെൽട്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ 6-7 മെയിൻ ഹോളുണ്ട്, 6-7 ചെറിയ ഹോളുകളുണ്ട്, ഇവിടെ ഒരു സെല്ലാർ പോർഷനുണ്ട്. അവിടെയൊക്കെ ആയിട്ട് അവർക്ക് അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്. ഫുഡ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകുലത യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് റിസോൾവ് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാ ഗൾഫ് കൺട്രികളിലെയും ആളുകൾ ഏകസ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യം, മാധ്യമങ്ങൾ ഇതിനെ അവരുടെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി ഇതിനെ മിസ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സാജറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത്രയ്ക്കുള്ള, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിക്കണ്ടേ, അത്രയ്ക്കുള്ള ഒരു പരിഭ്രമമൊന്നും ഇവിടെ ആളുകളില്ല. ലൈഫ് ശാന്തമായിട്ടാണ് ഇവിടെ പോകുന്നത്. ഇവിടെ ഒരു അൺടുവേർഡ് ഇൻസിഡൻറ്റും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചെറിയ മിസൈൽ അറ്റാക്കുകൾ അല്ലെങ്കിൽ ഡ്രോൺ അറ്റാക്കുകളുണ്ട്, അതിനെയൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്, വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വളരെ ശ്ലാഘനീയമായിട്ട് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഭരണാധികാരികളാണ്. അവിടെ ചേർത്ത് പിടിക്കുകയാണ്. ഇന്നലെ തന്നെ ഇവിടുത്തെ ക്രീഡാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് ഹൈനസ് ഷേഖ് സൽമാൻ ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിച്ചു. അത് വലിയ സന്ദേശം കൊടുക്കുന്നത്. ഒന്ന്, ഇവിടെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് നാട്ടിലിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, യാതൊരു കാര്യത്തിലും പരിഭ്രമപ്പെടേണ്ട കാര്യമില്ല. എല്ലാവരും സുരക്ഷിതരാണ്. എത്രയും പെട്ടെന്ന് എയർ സ്പേസ് തുറക്കുന്നതോടുകൂടി നമ്മുടെ യാത്രയും പുനരാരംഭിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ബഹ്റിനിലെ മലയാളികൾക്ക് ഒരു വലിയ കരുത്തായി അല്ലെങ്കിൽ അവർക്ക് തണലായി ബഹ്റിൻ കേരളീയ സമാജവും അതിൻ്റെ വോളണ്ടിയർമാരും ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ആശങ്കയുടെ ഈ കാലത്ത് ഇന്ത്യയുടെ മലയാളത്തിൻ്റെ ശബ്ദമായി ഈ വാക്കുകൾ മാറുകയാണ്. ബഹ്റിൻ കേരളീയ സമാജത്തിൽ നിന്നും ക്യാമറമാൻ ധനീഷിനൊപ്പം എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്.